Good morning, sir. Yes, good morning, Gina. Okay, Jinsi, good morning. Good morning, sir. Okay, good morning. Good morning. Sophia, morning, sir. Okay, good morning. Shahana, good morning. Good morning, sir. Okay, good morning, Deepa. Good morning, Apanamol. Good morning, sir. Okay, Adira, good morning. Vishwaka എങ്ങനെ ഉണ്ടായിരുന്നു? ആഘോഷിച്ചോ? നന്നായിരുന്നു സർ. Very അതിന്റെ good, ഇടയിൽ very good. എക്സാം ഉണ്ടായിരുന്നു. Yes. സിമ്പിൾ ആയിട്ട് ഒരു ഭാഗം ടെൻഷനും ഒരു ഭാഗം വിഷുവിന്റെ സന്തോഷവും രണ്ടും കൂടെ അങ്ങനെ പോയി. അത് ഭയങ്കര കാര്യങ്ങള്. ചിലത് നമ്മൾ പേടിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ കുറെ സന്തോഷമുണ്ട്. ടെൻഷൻ പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മളെ ഈ തിരക്കിന്റെ ഇടക്കണെങ്കിൽ അക്കൗണ്ട് ചെയ്തു പോകും. നമുക്കൊരു ഫ്രീ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ലാഭം. ഒന്നും ചെയ്യില്ല, ആ സമയം വെറുതെ പോകും. ഇതാണ് എന്റെ ഒരു അനുഭവം. അപ്പൊ ഐ വാണ്ട് ടു ബി ഓൾവേസ് ബിസി. അപ്പൊ അതൊക്കെ ചെയ്യും. അതെ, എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷ? ക്വസ്റ്റ്യൻ ഒക്കെ നല്ല ഈസി ആയിരുന്നു സർ. ക്വസ്റ്റ്യൻ ഒക്കെ നല്ല ഈസിയാണ്. ഉത്തരമായിരുന്നോ ബുദ്ധിമുട്ട്? ആൻസർ ആയിരുന്നോ ബുദ്ധിമുട്ട്? ഞാൻ വിചാരിച്ചു ആരെങ്കിലും വിളിക്കുമായിരിക്കും പരീക്ഷയെ കുറിച്ച് പറയാനെന്ന് വിചാരിച്ചു. നമ്മുടെ MT3 കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ അവർ വിളിച്ചു. ഒന്ന് കുറച്ച് പേരുണ്ട് വിളിച്ചിട്ട് ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിരുന്നു, ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളിൽ ആരും ഞാനത് കേൾക്കാതെ വന്നപ്പോ ഞാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമായി. അതുകൊണ്ടാണ് പറഞ്ഞു. സഹതോണ പറഞ്ഞു. ആ സാറിന്റെ നമ്പർ ഞങ്ങൾക്കില്ലല്ലോ വിളിച്ച് പറയാനായിട്ട്. നിങ്ങൾക്ക് തന്നിട്ടുണ്ടായില്ലേ? ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല, ഞങ്ങളുടെ നമ്പർ മാത്രമേ തന്നിട്ടുണ്ടായുള്ളൂ. ആ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. മറ്റവർക്ക് അത് ഒരു ദിവസം അവർ ചോദിച്ചായിരുന്നു. യെസ്. പിന്നെ നമുക്ക് ആരംഭിച്ചാലോ? 10:33 ഞാൻ ആരെങ്കിലും വരട്ടെ വിചാരിച്ച് വെയിറ്റ് ചെയ്താണ്. പെസഹവേഴമാണ്. ഈസ്റ്ററിന്റെ ഹാങ് ഓവർ ഉണ്ടാവും. വിഷുവിന്റെ ഹാങ് ഓവർ വിട്ടുപോയിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ ഞാനൊന്ന് വെയിറ്റ് ചെയ്തതാണ്. യെസ്. അപ്പൊ നമ്മൾ എവിടം വരെയാണ് എടുത്ത് നിർത്തിയിരിക്കുന്നതെന്ന് പറയാമോ? അടുത്ത ക്ലാസ്സോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ്സോട് കൂടി നമ്മൾ അവസാനിപ്പിക്കാം. യെസ്, പറഞ്ഞോളൂ അൽഫിയ. ഗുഡ് മോർണിംഗ് പറഞ്ഞ ഞാൻ ഇപ്പോഴാ ജോയിൻ ചെയ്തേ. വെരി ഗുഡ്, ഗുഡ് മോർണിംഗ്. യെസ്, നമ്മള് 12 ടെൻസുകളായിരുന്നു സർ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. പിന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പാസീവ് വോയിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. പാസീവ് വോയിസ് എവിടെ വരെ പറഞ്ഞു? ഏത് ടെൻസിന്റെ വരെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞു? അതല്ല സർ, നമ്മൾ 12 ടെൻസുകളിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ 12ാമത്തെ ടെൻസ് അതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. പിന്നെ അതിനുശേഷം മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ 2-3 ക്ലാസ്സിലായിട്ട് അതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പാസീവ് വോയിസും അല്ലല്ലോ പഠിച്ചത്? പാസീവ് വോയിസ് ഇല്ല സർ. ഞാൻ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ക്ലാസ്സിൽ കൂടെ ഒന്ന് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. സിമ്പിൾ പ്രസന്റ്
ആ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് പറഞ്ഞായിരുന്നു സാറ്. ആ സിമ്പിൾ പ്രസന്റ് പറഞ്ഞായിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് 12 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് സിമ്പിൾ ആ ഓരോ ടെൻസ്, ഈ 12 ടെൻസിന് ഇംഗ്ലീഷിൽ വാചകം എഴുതാൻ പറ്റും. ഇനി ഈ 12 ടെൻസുകളിൽ അല്ലാതെ എവിടെയെങ്കിലും നിങ്ങളൊരു വാചകം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റിൽ നമ്മൾ പറഞ്ഞത് ഡ്രിങ്ക് ടീ, ഡ്രിങ്ക് ടീ, ബട്ട് ടീ ഈസ് ഡ്രങ്ക് ബൈ ദം എന്നാക്കാന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് സിമ്പിൾ പ്രസന്റ് വാചകമായിരുന്നു. ആ സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ പാസീവ് വോയിസ് ആയിട്ട് എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് അവസാനിപ്പിച്ചതെന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളത് മറന്നു പോയിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ കുറച്ച് നാളൊക്കെ ആയില്ലേ ക്ലാസ് ഇങ്ങനെ വന്നിട്ട്. അപ്പൊ ഇപ്പൊ 23 പേര് വന്നതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷ? നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ എല്ലാം ചെയ്യാൻ പറ്റിയില്ലേ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതെ, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഞാൻ നിങ്ങളോട് പണ്ടേ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ ആരും പരാജയപ്പെടുകയില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്ന കുട്ടികളായതുകൊണ്ടാണ് അങ്ങനെ ഞാനൊരു വാക്ക് തന്നത്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്, യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതാണ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാചകം പറഞ്ഞിട്ട് നമുക്ക് അതിന് ആരംഭിക്കാം. വാചകം ഇതാണ്: ഐ ഈറ്റ് മാംഗോ. ഐ ഈറ്റ് മാംഗോ. ഓക്കെ, ജീന, ഈ തന്നിരിക്കുന്ന വാചകം ഏത് ടെൻസാണെന്ന് പറയാമോ? ഐ ഈറ്റ് മാംഗോ എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസിലാണ് തന്നിട്ടുള്ളത്? പ്രസന്റ് ടെൻസ്. വെറുതെ പ്രസന്റ് എന്ന് പറഞ്ഞാൽ പോലെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയണം. കാരണം സബ്ജക്റ്റ് പ്രസന്റേഴ്സ് വരുമ്പോൾ സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഈ വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതുകയാണ്. പാസീവ് വോയിസ് എഴുതുമ്പോൾ നമ്മൾ നോക്കുന്നത് ആദ്യം തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് ഏതാണ്. ഐ സബ്ജക്റ്റ് ആണ്, ഈറ്റ് വെർബാണ്. വെർബ് കഴിഞ്ഞിട്ട് വരുന്നത് ഓബ്ജക്റ്റ് എന്ന് ചിന്തിക്കരുത്. വെർബ് കഴിഞ്ഞിട്ട് വരുന്നത് ആയിരിക്കണം ഓബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. വൺ ക്വസ്റ്റ്യൻ ഈസ് ഹൂം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട്. വാട്ട് അല്ലെങ്കിൽ ഹൂം എന്ന് ചോദിക്കുക. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ആൻസർ കിട്ടുന്ന വേർഡ് ഏതാണോ ദാറ്റ് ഈസ് ഓബ്ജക്റ്റ്, അതാണ് ഓബ്ജക്റ്റ്. ആ 2 ആൻസർ ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അതിനകത്ത് ഓബ്ജക്റ്റ് ഇല്ല. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? ഒന്ന് വാട്ട്, അടുത്ത ഹൂം. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മള് ഹൂം, അപ്പൊ തിന്നുക എന്നുള്ളതിനെ ചോദിക്കണം. ആരെ തിന്നുക? ഉത്തരമില്ല. എന്ത് തിന്നുക? മാംഗോ. ഓക്കെ, ഉത്തരമുണ്ട്. അപ്പൊ മാംഗോ എന്നുള്ളത് എന്താണ്? ഓബ്ജക്റ്റ് ആണ്. അപ്പൊ അത് നമുക്ക് ആദ്യം പറയാം, മാംഗോ. ഓക്കെ വിനീത, ഇറ്റ്സ് കറക്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. അപ്പൊ അവിടെ നമുക്ക് എഴുതാം ഈസ്. ഒരു മാംഗോ അല്ലേ ഉള്ളൂ, അപ്പൊ ഈസ്, മാംഗോ ഈസ്. ഇനി വേണ്ടത് ഈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഈറ്റൻ. ബൈ ഐ എന്നുള്ള ഇങ്ങോട്ട് വരുമ്പോ എന്താവും? മീ ആവും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഐ മീ ആക്കണം, ദേ എന്നുള്ളത് ദമ്മാക്കണം, യു എന്നുള്ളത് യു തന്നെ എഴുതിയാൽ മതി, വി എന്നാണെങ്കിൽ അസ് ആക്കണം. ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടതിന്റെ ഒരു ഓർമ്മ. ആ ഒരു ചേഞ്ചസ് വരും. ഓക്കെ, അതുകൊണ്ട് ഇത് നോക്കിയാൽ മതി. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് എഴുതാൻ വേണ്ടിയിട്ട് ഓബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ്, ആ വെർബിന്റെ V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത വാചകത്തിലൂടെ കിടക്കുകയാണ്. ഓക്കെ ഓക്കെ, ഇത് തന്നെ വാചകോട്ടെ. ഐ ഈറ്റ് മാംഗോ.
അപ്പൊ നിങ്ങൾ എഴുതുക ആ ഈറ്റ് എന്നുള്ളതിന് പകരം ATE എയ്റ്റ് എന്നാണ്. I ate mango. Okay, അൽഫിയ. യെസ് സർ. ഓക്കെ, ഇപ്പൊ ഈ തന്നിരിക്കുന്ന വാചകം ഏത് ടെൻസ് ആണെന്ന് പറയാമോ? സിമ്പിൾ പാസ്റ്റ് ആണോ? വെരി ഗുഡ്. ആ, അത് ഇങ്ങോട്ട് ചോദിച്ചപ്പോ വെരി ഗുഡ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ അൽഫിയ, വെരി ഗുഡ്. അപ്പൊ അൽഫിയക്ക് അത് പിടികിട്ടിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഐ സബ്ജക്റ്റ് ഉണ്ട്, ഈറ്റ് എന്നുള്ളതിന്റെ പാസൻസ് ആണ് എയ്റ്റ്. ഐ എയ്റ്റ് ഉണ്ട്, ബാക്കി നമ്മൾ നോക്കണ്ട. ഐ എയ്റ്റ് മാംഗോ. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പാസൻസ് വന്നു കഴിയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ വിനീത. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതണമെന്ന് നമ്മൾ നോക്കി. ഇപ്പൊ തന്നിരിക്കുന്ന വാചകം ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പ്രസന്റ് ടെൻസിൽ നമ്മൾ എഴുതിയ പോലെ എഴുതരുത്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അത് എഴുതി വെച്ചോ, ഒബ്ജക്റ്റ് പ്ലസ് OBJECT. ആദ്യം ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക, ഒബ്ജക്റ്റ് എഴുതുക, ഒബ്ജക്റ്റ് പ്ലസ് എഴുതിയ. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ. ഈസ് അല്ലട്ട, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. വാസ് ഓർ വേർ. ഒബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ. ഓക്കെ, വാസ് ഓർ വേർ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ബി വെർബ് നട വെർബ്. ഓക്കെ, അതിന്റെ ബ്രാക്കറ്റിൽ PP എന്ന് കൊടുക്കുക. PP മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് PP എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്ത് വരും? ഒബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ ചേർക്കുക, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുക, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ സഹതോണ ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന വാചകത്തിന്റെ പാസീവ് വോയിസ് ഒന്ന് പറയാമോ? അപ്പൊ പറയാം സാർ. യെസ്, പറഞ്ഞോളൂ. ഐ ഏറ്റ് മാംഗോയുടെ അല്ലേ? അപ്പൊ മാംഗോ പിന്നെ നമ്മള് മാംഗോ ചേർക്കാം. പിന്നെ വാസോ വേറോ, അപ്പൊ ഒരു സാധനമല്ലേ ഉള്ളൂ, അപ്പൊ നമ്മള് വാസ് ചേർക്കാം. പിന്നെ ഏറ്റൻ ബൈ മീ, മാംഗോ വാസ് ഏറ്റൻ ബൈ മീ. അവിടെ മാംഗോ എന്നുള്ളതിന് പകരം മാംഗോസ് എന്നാണെന്ന് വിചാരിക്കും, സപ്പോസ്. അപ്പൊ അങ്ങനെ വന്നേനെ വന്നേനെ മാംഗോ വെയർ ഈറ്റൻ ബൈ മീ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ മാംഗോ. ഇപ്പൊ എഴുതിയിരിക്കുന്നത് മാംഗോ എന്നുള്ളത് മാംഗോ ഈസ് ഈറ്റൻ ബൈ, സോറി, മാംഗോ വാസ് ഈറ്റൻ ബൈ. ഇത് മൊത്തം മിസ്റ്റേക്ക് ആണല്ലോ. യെസ്, മാംഗോ വാസ് ഈറ്റൻ ബൈ മീ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു വാചകം കാണുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ടെൻസില് വാസ് അല്ലെങ്കിൽ വേറെ വരുന്നിട്ട് പിന്നെ വെർബും ing വരുന്നത് അഞ്ചാമത്തെ ടെൻസിലായിരുന്നു, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കും, വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞാൽ വെർബ് പ്ലസ് ing അല്ലേ വരേണ്ടത് ചിന്തിക്കും. പക്ഷെ ഇവിടെ വാസും വേറും കഴിഞ്ഞിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വാചകമാണല്ലോ ഈ നോട്ടീസിൽ കാണുന്നത് എന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് സിമ്പിൾ പാസ്റ്റ് ആയ വാചകമായിരുന്നു. ആ സിമ്പിൾ പാസ്റ്റ് ആയ വാചകത്തിന്റെ പാസീവ് വോയിസിൽ എഴുതിയത് കൊണ്ടാണ് അങ്ങനെ അർത്ഥം വന്നത്. യെസ്, ഐ എയ്റ്റ് മാംഗോ. ഞാൻ മാങ്ങ തിന്നു. എന്റെ ആൻസർ മാംഗോ വാസ് ഈറ്റൻ ബൈ മീ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മാങ്ങ എന്നാൽ തിന്നപ്പെട്ടു. മാങ്ങ എന്നാൽ തിന്നപ്പെട്ടു എന്ന് പറയും. രാമൻ പാമ്പിനെ കൊന്നു. അത് മറിച്ച് പറയുമ്പോൾ പാസീവ് വോയിസിൽ പറയുമ്പോൾ അതേ അർത്ഥം തന്നെയാണ്. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറയുന്നതും പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതും എന്ത് സെയിം ആയിട്ട്. യെസ്, അച്ഛൻ എന്നെ തല്ലി എന്ന് പറയുന്നതും ഞാൻ അച്ഛനാൽ തല്ലപ്പെട്ടു എന്ന് പറയുന്നതും സെയിം ആണ്. യെസ്, നമ്മൾ മലയാളത്തില് കർമ്മണി പ്രയോഗം കർത്തരി പ്രയോഗം എന്ന് പഠിച്ചിട്ടുള്ള അതേ സംഗതിയാണ് ഇംഗ്ലീഷിൽ വന്നിട്ട് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു വാചകം പറയാം, അത് നിങ്ങൾ സ്വന്തമായിട്ട്
ചെയ്യുക. എഴുതിക്കോ. മാക്ബത്ത്, MACBETH, മാക്ബത്ത്. കിൽഡ്, KILLED, കിൽഡ്. ഡങ്കൻ, D capital letter, DUNCAN, Macbeth killed Duncan. Yes. പറഞ്ഞോളൂ. പറഞ്ഞോളൂ അല്ല എഴുതിക്കോളൂ. ഒന്ന് കേൾക്കാൻ എന്താണ് പറഞ്ഞത്? കില്ലഡിന് അതോടാ ഒന്ന് ക്ലിയർ ആകും. കില്ലഡിന് മുമ്പ് എന്താ പറഞ്ഞതെന്നൊന്ന് പറയാമോ? Macbeth, 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 Macbeth. Macbeth killed Duncan. And Duncan D capital. വിനീതയുള്ള ആദ്യം വരാതെന്തു പറ്റി? കാണുന്നില്ലല്ലോ. ഓക്കെ ശ്രീലക്ഷ്മി. ഓക്കെ വിനീത. Duncan was killed by Macbeth. Okay. Yes. സംശയമുണ്ട്. ദീപാവണി, എനി ഡൗട്ട്? ഞാനും അത് തന്നെ എഴുതിയേക്കുന്നേ. വെരി ഗുഡ്. അതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ ആരാണ് ഈ മാക്ബത്ത് ഉണ്ടെങ്കിലൊക്കെ അറിയാമോ? നല്ല കാർട്ടൂണാണോ സർ? മനസ്സിലായില്ല. ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് ഒട്ടും മനസ്സിലായില്ല എന്താ. യെസ്. ഓക്കെ. ഇനി ഞാനിത് ഓപ്പൺ ആയിട്ട് വിടുകയാണ്. ആർക്കെങ്കിലും പറയാമോ? ഷേക്സ്പിയറിന്റെ ഒരു ഇതല്ലേ, കഥാപാത്രമല്ലേ? വെരി ഗുഡ്. ഇത് ഷേക്സ്പിയറിന്റെ ഓക്കെ ആൽഫിയ കറക്റ്റ് ആണ്. യെസ്. പറയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒരു വാചകത്തിൽ പറയാം. ഇത് പറയുമ്പോൾ നമുക്ക് ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം ഇതാണ്: സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ധൈര്യം കൂടുതൽ ഒരു തെറ്റ് ചെയ്യാനായിട്ട്? അതല്ല, ആ ഒരു സംഗതി വേണം. ഒരു ചലഞ്ച്, ഒരു തെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യാനായിട്ട് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ധൈര്യം കൂടുതൽ? ഇതാണ് ചോദ്യം. സ്ത്രീകൾക്ക്. അപ്പൊ സകതോടെ അഭിപ്രായം. ഓക്കെ, ഓരോന്നിനും പറയട്ടെ. എന്ത് ഞാൻ ഈ മാക്ബത്തിലിട്ടു. സ്ത്രീകൾക്ക്. യെസ്. സ്ത്രീകൾക്ക്. അത് നിങ്ങളെല്ലാം സ്ത്രീകളായതുകൊണ്ട് നിങ്ങൾ സ്ത്രീകളെ പൊക്കിപ്പിക്കുന്നതാണ് അല്ലേ? യെസ്. ഞാൻ പറയും പുരുഷന്മാർക്ക്. യെസ്. നിഷാന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരട്ടെ. പുരുഷന്മാർക്കാണ് ഒരു ക്രൈം അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ ധൈര്യം കൂടുതൽ. ഓക്കെ, ജീന പറഞ്ഞോളൂ. എന്റെ അഭിപ്രായം അതാണ് സാർ ഞാൻ പറയുന്നത് പുരുഷന്മാർക്കാണ്. ഓക്കെ. നമുക്ക് ഇവിടെ കൂടുതൽ നടക്കുന്നത് ഇപ്പൊ പുരുഷന്മാരാണല്ലോ അതിലൊക്കെ വില്ലന്മാര്. യെസ്. ഓക്കെ. അപ്പൊ റനീഷ, അൽഫിയ ഒക്കെ ആ റേഞ്ചിലോട്ട് വന്നു. ഓക്കെ, നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. അപ്പൊ അതിന്റെ ഷേക്സ്പിയറിന്റെ ചിന്ത നമ്മൾ ഷെയർ ചെയ്യണത് നിങ്ങൾ വായിക്കണം പുസ്തകങ്ങളൊക്കെ. അല്ല, ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള നാടകങ്ങൾ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. രണ്ട് ഗ്രൂപ്പ്. ഒന്ന് ദുരന്തത്തിൽ അവസാനിക്കുന്നത്, പിന്നെ ഒന്ന് ശുഭപര്യവസാനിയാണ്, കോമഡി ആൻഡ് ട്രാജഡി. ഈ മാക്ബത്ത് എന്ന് പറയുന്ന നാടകം ദുരന്തത്തിൽ അവസാനിക്കുന്ന നാടകമാണ്. ഇറ്റ്സ് എ ട്രാജഡി. ട്രാജഡിയാണ് എന്റെ എൻഡ്. അപ്പൊ ദുരന്ത പര്യവസാനിയായ ഷേക്സ്പിയറിന്റെ ഒരു നാടകമാണ് മാക്ബത്ത്. അതില് ഈ മാക്ബത്ത് എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹം സ്കോട്ട്ലൻഡിലെ രാജാവായ ഡങ്കന്റെ സേനാനായകനാണ്. അപ്പോ അദ്ദേഹം രാജാവിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പോയി യുദ്ധമൊക്കെ ചെയ്ത് വിജയിച്ച് രാജ്യങ്ങളൊക്കെ കീഴടക്കി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ കാണുക, സേനാനായകനായിട്ടുള്ള മാക്ബത്ത് മുന്നില്, പുറകിലെ കുറെ പട്ടാളക്കാര് ഇങ്ങനെ സ്വന്തം നാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. അപ്പോ വഴിയുടെ ഇരുവശത്തൊക്കെ നിൽക്കുന്ന ആളുകൾ ആർപ്പുവിളികൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കാം. അപ്പൊ ഈ മാക്ബത്ത് നോക്കുമ്പോൾ തൊട്ടു മുന്നില് ഒരു വിച്ചസ്തന വയൽ ഉപയോഗിക്കുന്നത് ഒരു യക്ഷിനെ കാണാൻ.
യക്ഷി അല്ലെങ്കിൽ ഒരു പ്രേതം. പക്ഷെ ഈ പ്രേതത്തിനെ മാക്ബത്തിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. 3 പ്രേതങ്ങളെ കാണുന്നുണ്ട്. ഞാനിപ്പോ കഥയ്ക്ക് ചുരുക്കാൻ വേണ്ടി ഒന്നത് അയക്കുന്നുള്ളത്. ഒരു പ്രേതത്തിനെ കാണുകയാണ്. അപ്പൊ ആ പ്രേതത്തിനെ മാക്ബത്തിന് കാണാൻ പറ്റുന്നുണ്ട്, മാക്ബത്തിന് ഇങ്ങോട്ട് കാണാൻ പറ്റും. ആ പ്രേതം അകലെ നിന്ന് നടന്ന് മാക്ബത്തിന് മുന്നിൽ വരികയാണ്. മുന്നിൽ വന്നിട്ട് പറയും, ഓ ദ ഫ്യൂച്ചർ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് വിളിക്കും. അലയോ സ്കോട്ട്ലൻഡിലെ ഭാവി രാജാവേ എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മുതൽ ഈ മാക്ബത്തിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്. അതായത് ഞാൻ സേനാനായകനാണ്, ഡങ്കനാണ് രാജാവ്. ഡങ്കൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനായിരിക്കും അടുത്ത രാജാവ്. പിന്നെ ഞാൻ എങ്ങനെ രാജാവാകും? വെറുതെ ഇരിക്കുന്ന ആളുടെ മനസ്സിലേക്ക് ഒരു സാങ്കേതിക കയറി വരികയാണ്. അത് സൈക്കോളജിക്കലായിട്ടുള്ള സംഗതിയാണ്. 100 രൂപ നിങ്ങൾക്ക് കിടന്ന് കിട്ടിയാൽ അവിടെ മുതൽ നിങ്ങളുടെ പ്രശ്നം ആരംഭിക്കും. യെസ് എന്ന് പറഞ്ഞതുപോലെയാണ്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു. പക്ഷെ അദ്ദേഹം തന്റെ വീട്ടിൽ വന്നതിന് ശേഷം തന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്തിനോട് ഇത് പറയും. ലേഡി മാക്ബത്തിന് ഭയങ്കര ആഗ്രഹമാണ് തന്റെ ഭർത്താവ് രാജാവാകണമെന്ന്. കാരണം തന്റെ ഭർത്താവ് രാജാവായാലേ താൻ ആരാവും? രാജ്ഞിയാകും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ലേഡി മാക്ബത്തിന്റെ മനസ്സിലുമുണ്ട്. അപ്പോ ഈ മാക്ബത്ത് എന്ന് പറയുന്ന സേനാനായകൻ തനിക്ക് വേണ്ടി ഒരുപാട് യുദ്ധമൊക്കെ ചെയ്ത് രാജ്യമൊക്കെ പിടിച്ചതിന്റെ സന്തോഷത്തിന്റെ പേരിൽ ഡങ്കൻ എന്ന് പറയുന്ന രാജാവ് ഈ സേനാനായകന്റെ വീട്ടിൽ ഒരു ദിവസം ഉറങ്ങാനായിട്ട് വരികയാണ്. അല്ലെങ്കിൽ അന്ന് അവിടെ താമസിക്കാൻ വരികയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഡങ്കൻ മാക്ബത്തിന്റെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ലേഡി മാക്ബത്ത് വന്നിട്ട് മാക്ബത്തിനോട് പറയും, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവ്, ഇതാണ് പറ്റിയ അവസ്ഥ. ഇപ്പൊ നിങ്ങൾ പോയി ആരെ കൊല്ലുക? ആ ഡങ്കനെ കൊല്ലുക. ഇപ്പൊ നിങ്ങൾ ആ രാജാവിനെ കൊന്നാൽ നിങ്ങളായിരിക്കും അടുത്ത രാജാവ്. കാരണം ഡങ്കന്റെ മക്കൾ വളരെ ജൂനിയർ ആണ്. അപ്പൊ നിങ്ങളായിരിക്കും രാജാവ്, പോയി കൊല്ലാൻ പറയുന്നത്. അപ്പൊ ഭർത്താവ് കൊല്ലൂല. മാക്ബത്ത് പറയും, ഈ മനുഷ്യൻ നമ്മളോടൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, കുറച്ച് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ ലേഡി മാക്ബത്തിനെ നിർബന്ധിക്കണം, കൊല്ല് 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 എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വാളെടുത്ത് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കും, മാക്ബത്തിന്റെ കയ്യിൽ. ചെന്ന് കൊല്ല് എന്ന് പറയുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ഡങ്കൻ കിടക്കുന്ന മുറിയുടെ അരികത്ത് വരെ വന്നിട്ട് മാക്ബത്ത് തിരിച്ചു വരികയാണ്. അപ്പൊ ഭാര്യ പുറകിൽ നിന്ന് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങൾ ചെന്ന് അയാളെ കൊല്ല് കൊല്ല് എന്ന് പറയുന്നു. അങ്ങനെ ഈ മാക്ബത്ത് ഡങ്കൻ കിടക്കുന്ന മുറിയിലേക്ക് വരികയും ഈ ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ വാളുകൊണ്ട് വെട്ടി കൊല്ലുക. രാത്രിയാണ് കൊല്ലുന്നത്, ഉറങ്ങിക്കിടക്കുമ്പോൾ. ഇത് കുറെ കാര്യങ്ങളുണ്ടല്ലോ. യെസ്, അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ കൊല്ലുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രാജാവിന്റെ കുറച്ച് ഭടന്മാര് കിടപ്പുണ്ടായിരുന്നു, അവരെയും പുള്ളി കൊല്ലുകയാണ്. അത് നേരത്തെ കഥയിൽ ഇല്ലാത്ത സംഗതിയാണ്, അതും പുള്ളി ചെയ്യുകയാണ്. യെസ്, ഇങ്ങനെ കൊന്നിട്ട് ഈ ഭർത്താവ് ഡങ്കന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അവിടെ വെച്ച് ഭാര്യ തകർന്നു പോവുകയാണ്, ലേഡി മാക്ബത്ത്. കാരണം അവിടെയാണ് ഷേക്സ്പിയർ പറയുന്നത്, ഒരു കുറ്റകൃത്യം അത് ചെയ്യുന്നത് വരെ സ്ത്രീകൾക്ക് നല്ല ധൈര്യമായിരിക്കും, ചെയ്തു കഴിഞ്ഞാൽ അവർ തകരുന്നു. ആണുങ്ങൾക്ക് തല തിരിച്ചാണ്. ഒരു കുറ്റകൃത്യം ചെയ്യാൻ അവർക്ക് ഭയങ്കര പേടിയാണ്, ചെയ്ത പിന്നെ അവിടുന്ന് ഭയങ്കര ധൈര്യം. ഇനി ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നു, ഷേക്സ്പിയറിന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നു? യെസ് സാർ, എനിക്ക് ഈ കഥ കേട്ടപ്പോ ഈ പണ്ട് ആദമിനെ പുറത്താക്കാൻ കാരണക്കാരി ഹവ്വ ബീവിയാണല്ലോ, അതെനിക്ക് ഓർമ്മ വന്നു. ഹവ്വ പ്രോത്സാഹിപ്പിച്ചോണ്ടാണല്ലോ ആപ്പിള് കഴിച്ചത്, അതും കൂടി എനിക്ക് ഓർമ്മ വന്നു. ആണുങ്ങളെ കുത്താൻ പിടിക്കുന്നത് പെണ്ണുങ്ങളായിരിക്കും, ലാസ്റ്റ് പെണ്ണുങ്ങൾ ഇരുന്ന് കരയുകയും ചെയ്യും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ മാക്ബത്തിനോട് ലേഡി മാക്ബത്ത് പിന്നീട് മാക്ബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ കൊല്ലാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോയി കൊല്ലാമോ? അത്രയും നേരം അത് കൊന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞതോടെ അവള് തകർന്നു പോയത്. പക്ഷെ ഈ കഥ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, കൊന്ന കാര്യം പുറത്തറിയാവുന്നത് ഒന്ന് മാക്ബത്തിനറിയാൻ ഞാനാണ് കൊന്നതെന്ന്,
പിന്നെ രണ്ടാമത് ഈ മാക്ബത്തിന്റെ ഭാര്യക്കറിയാം എന്റെ ഭർത്താവാണ് കൊന്നത്. രണ്ടുപേരും അത് പുറത്തു പറയുന്നത് അതറിയാലോ. അങ്ങനെ മാക്ബത്ത് സ്കോട്ട്ലൻഡിന്റെ രാജാവായിട്ട് മാറുകയാണ്. അപ്പൊ അതിന് മാക്ബത്ത് പറയുന്ന കാരണം, ഞാൻ രാത്രിയിൽ ഒരു ശബ്ദം കേട്ട് ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന രാജാവിനെ ഭടന്മാർ കൊല്ലുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഭടന്മാർ ഓരോരുത്തരെയും കഴുത്തറുത്തു കൊന്നു. അങ്ങനെ തെളിവ് മുഴുവൻ നശിപ്പിച്ചു. ഇപ്പോ മാക്ബത്താണ് കൊന്നത് എന്നുള്ളതിന് തെളിവുകളില്ല. അപ്പൊ അങ്ങനെയാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ നമുക്ക് തോന്നും, ഇത് കഥ അവസാനിക്കണമെങ്കിൽ ഇത് എവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെടണ്ടേ? വില്ലൻ ജയിച്ച ചരിത്രം ഒരു കഥകളിലും ഇല്ല. അപ്പൊ എവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെടണം. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, അപ്പൊ ഇത് എങ്ങനെ ചെയ്യും? രണ്ടുപേരും പരസ്പരം പറയില്ല, പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും എന്ന് നമ്മൾ വിചാരിക്കും. അവിടെയാണ് ഷേക്സ്പിയറിന്റെ ഒരു ഡ്രമാറ്റിക് കഴിവ് എന്ന് പറയുന്നത്. ഈ ലേഡി മാക്ബത്ത് ആയിട്ടുള്ള പെണ്ണിന് പിന്നെ അവൾക്ക് ഭയങ്കര മൈൻഡലി ഡിപ്രസ്ഡ് ആയി, അവൾ രാജ്ഞിയൊക്കെയായി എങ്കിലും. അപ്പോ ഇവൾക്ക് രാത്രിയില് സംസാരിക്കുന്ന ഉറക്കപ്പിച്ച് പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഒരു ഉറക്കപ്പിച്ചില് ഇവള് വിളിച്ചു പറയും, ഡങ്കൻ രാജാവിനെ കൊന്നത് എന്റെ ഭർത്താവ് മാക്ബത്താണ് എന്നുള്ള ഉറക്കത്തിൽ വിളിച്ചു പറയും. അങ്ങനെ അവൾ വിളിച്ചു പറയുമ്പോൾ തൊട്ട് താഴെ കിടന്നിരുന്ന തോഴി അത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവരത് കേട്ടു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ആ ന്യൂസ് സ്കോട്ട്ലൻഡിൽ വ്യാപിക്കുന്നത് ഈ തോഴി വഴിയാണ്. അങ്ങനെ ആളുകളുടെ ഇടയിൽ മാക്ബത്താണ് ഡങ്കനെ കൊന്നത് എന്ന ഒരു റൂമർ വരയ്ക്കുകയാണ്. തെളിവില്ല എങ്കിലും അങ്ങനെയാണ് എന്ന് പറയുന്നൊരു റൂമർ വരയ്ക്കുകയാണ്. യെസ്, അത് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് നമുക്കറിയാം. യെസ്, ഇതിന്റെ അകത്ത് കാണുന്ന വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാക്ബത്ത് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്. അതായത് അമ്മ പ്രസവിച്ച ആർക്കും നിന്നെ കൊല്ലാൻ പറ്റില്ല എന്ന്. അപ്പൊ ഇതിന്റെ ക്ലൈമാക്സില് ഡങ്കൻ എന്ന് പറയുന്ന രാജാവിന്റെ മകനും മാക്ബത്തും തമ്മിലൊരു യുദ്ധം വരെയുണ്ട്. അപ്പോ ഈ മാക്ബത്ത് ആ ഡങ്കന്റെ മകനോട് വെല്ലുവിളിച്ചിട്ട് പറയും, നിനക്കൊരിക്കലും എന്നെ കൊല്ലാൻ പറ്റില്ല, കാരണം നിന്നെയും ഒരു അമ്മ പ്രസവിച്ചതാണ്. അമ്മ പ്രസവിച്ച ആർക്കും എന്നെ കൊല്ലാൻ പറ്റില്ല എന്ന്, ഒരു സ്ത്രീ പ്രസവിച്ച ആർക്കും എന്നെ കൊല്ലാൻ പറ്റില്ല എന്ന വരം എനിക്കുണ്ട്. പിന്നെ നിനക്കെങ്ങനെ എന്നെ കൊല്ലാൻ പറ്റും? കഥ പറയുന്നില്ല, പക്ഷെ അവിടെ മാക്ബത്ത് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും കാരണം? നിങ്ങളുടെ ആരുടെയൊക്കെ മനസ്സിൽ കലാകൃതി ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അരുണിന്റെ ഹൃദയത്തിൽ കലാകൃതി ഉണ്ടാവും അല്ലെ? യെസ്, സഹതോണ വല്ല ഒഴുക്കില അല്ലെങ്കിൽ വല്ല ലാമ്പ് പൊട്ടി അങ്ങനെ അതായത് പറഞ്ഞോളൂ കല. അല്ല അല്ലെങ്കിൽ സ്വയം പറഞ്ഞു, ഉത്സവമായതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നത്. സൗണ്ട് ബഹളം ഭയങ്കരമാണ്. നോ പ്രോബ്ലം. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ സഹതോണ, അതിന് ഈ ഡങ്കന്റെ മകൻ പറയുന്നൊരു മറുപടി ഉണ്ട്. എന്നെ എന്റെ അമ്മ പ്രസവിച്ചതാണ്, എന്നെ എന്റെ അമ്മയുടെ വയറ് കീറി പുറത്തേക്കിടുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈവൻ ഷേക്സ്പിയറിന്റെ കാലഘട്ടത്തിൽ പോലും സിസേറിയൻ എന്ന് പറയുന്ന ആ സംഗതിയെ കുറിച്ചുള്ള പരാമർശനം പോയിട്ടുണ്ട്. ഈ മാക്ബത്ത് എന്ന് പറയുന്ന നാടകങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മളത് ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അന്നും ഈ പറഞ്ഞ ആ ഒരു രീതിയെ കുറിച്ച് ഓക്കെ കൃഷ്ണേന്ദു ഒരു ചിന്ത പോയിട്ടുണ്ട്. അപ്പൊ ഡങ്കൻ പറയും, ഐ കെയിം ഔട്ട് ഫ്രം മൈ മദർ ബൈ ആൻ ഓപ്പറേഷൻ. എന്നെ അമ്മ പ്രസവിച്ചിട്ടില്ല, ഞാനൊരു ഓപ്പറേഷൻ വഴിയാണ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ചിന്തിക്കേണ്ട കാര്യം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഷേക്സ്പിയറിന്റെ കൃതികളിൽ പോലും നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു പരാമർശനമുണ്ടായി. യെസ്, അപ്പോ അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് മാക്ബത്ത്. നിങ്ങൾ ഓരോ ഷേക്സ്പിയറിന്റെ കൃതികൾ വായിക്കും. നമ്മളിപ്പോ ചില സാധനങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് അതിന്റെ വില നോക്കിയിട്ടുണ്ട്. വില കൂടിയതിന് നല്ല മൂല്യം, വില കുറഞ്ഞതിന് മൂല്യം കുറവ്, അങ്ങനെ നമ്മൾ നിശ്ചയിക്കില്ലേ? മൂല്യം നിശ്ചയിക്കും. അതുപോലെ ഡിക്ഷണറി ആ ഡിക്ഷണറിയുടെ മൂല്യം നിശ്ചയിക്കുന്നത് ഉപയോഗിക്കുന്നത്
ഈ ഷേക്സ്പിയറിന്റെ ഡ്രാമനെ കണക്കെടുത്തിട്ടാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളൊരു ഡിക്ഷണറി മേടിച്ചു, അതിന് 50 രൂപ. വേറൊരു ഡിക്ഷണറി മേടിച്ചു, അതിന് 70 രൂപ. അപ്പൊ 70 രൂപയുടെ ഡിക്ഷണറിക്ക് മൂല്യം കൂടും. അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കണ്ടന്റ് ഇല്ലേ, ആ കണ്ടന്റിന്റെ മൂല്യം വെച്ച് നമ്മൾ അളക്കും. അപ്പൊ നമ്മൾ അതിനകത്ത് പറയുന്നത് ഷേക്സ്പിയറിന്റെ എത്ര നാടകത്തിലെ വാക്കുകളുടെ അർത്ഥം ആ ഡിക്ഷണറിയിലുണ്ടോ അതാണ് അതിന്റെ മൂല്യത്തിന്റെ ഒരു അളവുകളായിട്ട് പറയുന്നത്. നമ്മൾ എ എന്ന് പറയുന്ന ഡിക്ഷണറി, അതിൻ്റെ അകത്ത് ഷേക്സ്പിയറിന്റെ 3 നാടകത്തിലെ വാക്കുകൾ അർത്ഥം കിട്ടും. അപ്പൊ അതിനൊരു മൂല്യം. അടുത്ത ഒരു ഡിക്ഷണറിക്ക് ഷേക്സ്പിയറിന്റെ 5 നാടകത്തിലെ വാക്കുകളുടെ അർത്ഥമുണ്ട്. അപ്പൊ അതൊക്കെ മൂല്യം കൂടുതൽ. അപ്പോ ഡിക്ഷണറിയുടെ മൂല്യം നിശ്ചയിക്കുന്നത് എത്ര ഷേക്സ്പിയറിയൻ നാടകത്തിന്റെ വാക്കുകളുടെ അർത്ഥം ആ ഡിക്ഷണറിയിൽ ഉണ്ടെന്ന് നോക്കിയിട്ട്. യെസ്, അപ്പൊ അത് നിങ്ങളുടെ പുതിയ അറിവായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ കഥയിലേക്ക് മടങ്ങി വരികയാണ്. സിംഗിൾ ഫാസ്റ്റ് സോറി, കഥയിലേക്കല്ല, ഗ്രാമറിലേക്ക് മടങ്ങി വരികയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു എന്നാലും ആ കഥ എഴുതിയാൽ സമ്മതിക്കണ്ടേ? അവസാനം അങ്ങനെ ഒരു ടെസ്റ്റ് ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഏത്? ഇപ്പൊ കഥയില് പറഞ്ഞില്ലേ സിസേറിയനാന്ന്. അപ്പൊ സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും അമ്മ പ്രസവിച്ചാന്നല്ലേ നമ്മള് സ്വാഭാവികമായിട്ടും പറഞ്ഞു. അപ്പൊ അങ്ങനെ അത്ര കടന്ന് ആരെങ്കിലും ചിന്തിക്കുക കഥയില്? അപ്പൊ ആ എഴുതിയ പുള്ളി എന്താ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സാധാരണക്കാരനും കവിയുടെ ഒരു എക്സാമ്പിൾ ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയും. യെസ്, ഒരു വളരെ ശാന്തമായ അല്ല, ഒരു പുഴ, ഒരുപാട് വീതിയുള്ള ഒരു പുഴ എന്ന് വിചാരിക്കും. ആ പുഴയുടെ സമീപത്ത് ചെറിയ ചെറിയ ഓളങ്ങൾ, ചുറ്റോളങ്ങൾ, ഇങ്ങനെ വലിയ ഓളങ്ങൾ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആ പുഴയുടെ പക്കത്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ചങ്ങോട്ട് മാറി ഒരു മാവ് നിൽക്കുകയാണ്. ആ മാവ് വെള്ളത്തിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നു. മനസ്സിൽ കാണുന്നുണ്ടാവും. ആ മാവ് വെള്ളത്തിൽ മുട്ടിയിട്ടില്ല, മറിച്ച് ഒരു കമ്പ് മാത്രം വെള്ളത്തിൽ മുട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കമ്പ്, മാവിന്റെ ഫുള്ള് വെള്ളത്തിൽ മുട്ടിയിട്ടില്ല, മാവ് വെള്ളത്തിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു, ഒരു കമ്പ് മാത്രം വെള്ളത്തിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. അപ്പൊ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോ ഈ മാവിന്റെ വെള്ളത്തിൽ മുട്ടിക്കിടക്കുന്ന കമ്പ് മാത്രം ഇങ്ങനെ പയ്യെ ഇങ്ങനെ അനങ്ങുകയും ചെയ്യുന്നു. അത് അപ്പനാമ്മോട് മനസ്സിൽ കണ്ടു കഴിഞ്ഞപ്പോ അപ്പനാമ്മൾക്ക് തോന്നി അതൊരു മാവ് കണ്ടങ്ങോട്ട് പോയി. പക്ഷെ കാണുന്നത് ഒരു കലാകൃതിയുള്ള മനുഷ്യയാണെങ്കിൽ അവൻ പറയും ഈ മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അമ്മയാണ്, പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മകളാണ്, ചെറിയൊരു മകള്. ആ മകളുടെ ചെറിയ ചെറിയ കുസൃതികളാണ് ആ പുഴയിലേക്ക് കൊണ്ടുവരുന്ന ചെറിയ ചെറിയ ഓളങ്ങൾ. ആ കുസൃതി കാണിച്ചപ്പോ ആ കുഞ്ഞിന്റെ തുടയില് തട്ടിയിട്ട് അമ്മ ആശ്വസിപ്പിക്കുകയാണ്, മിണ്ടാതിരിയട മിണ്ടാതിരിയട എന്ന് പറഞ്ഞു. ഇത് കവി പറഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, കൊള്ളാലോ, അങ്ങനെ ചിന്തിക്കാലോ. എന്തുകൊണ്ട് നമുക്കിത് ആദ്യം തോന്നിയില്ല? അതാണ് സാധാരണക്കാരും കവിയും തമ്മിലുള്ള ഈ കവിത സാർ ഉണ്ടാക്കിയതാണോ? ഇല്ലില്ല, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടത്. യെസ് 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 അതങ്ങനെയല്ലേ. ഇപ്പൊ എക്സാമ്പിൾ പറയാം, നമ്മുടെ ഇങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു സംതിങ് എൻ്റെയിലെ ഡിഫറൻസ് അങ്ങനെ ചിന്തിക്കുക, കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക. അപ്പോ അത് വരുന്നത് നോർമൽ ട്രാക്കിലൂടെ വിടുക അല്ലേ. കാലഘട്ടങ്ങൾ മാറുമ്പോൾ ഉത്തരങ്ങൾ മാറും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. പണ്ട് ഒരാളോട്, ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പെൺകുട്ടി എന്ത് പറയും? മറുപടി പറയും. മറുപടി പറഞ്ഞില്ല എങ്കിൽ മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് വിചാരിക്കും? സമ്മതം. മൗനം സമ്മതം വിചാരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടമുണ്ട്. ഞാൻ telling this during 1970 and 1980. 1970 80-കളിലെ കേസാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ കേസ് ഇപ്പോഴാണെങ്കിൽ കറക്റ്റായിട്ട് പറയും. പ്ലെയിൻ ക്ലീനർ, ഞാൻ പഴയതാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് വീടുകളിൽ അച്ഛനോ അമ്മയോ മകളോട് അന്ന് എടാ മകളോട് നിന്റെ കല്യാണം ഞാൻ നിശ്ചയിക്കുന്നു, എന്താ അതിന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒരു മറുപടി ഉണ്ടാവില്ല. അപ്പൊ ആ മറുപടി ഇല്ല എങ്കിൽ അത് സമ്മതമാണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു സംഗതിയെ വയലാറ് എഴുതിയ പാട്ടിൽ വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാടുന്നില്ല, പാടാൻ എനിക്കറിയില്ല. കാട്ടു താറാവുകൾ ഇണകളെ തേടും കായലിനരികിലൂടെ, കടത്തു തോണിയിൽ ആളുകൾ കയറും കല്ലൊതുക്കുകളിലൂടെ, തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം.
സന്ധ്യ വൈകുന്നേരം എന്നാണ് പാട്ടിന്റെ ഫസ്റ്റ് വരും. യെസ്, കേട്ടോ, ഇത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ കവി അത് വളരെ രസകരമായിട്ട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. ഈ കാലഘട്ടം വയലാറിന്റെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ചേർന്ന് മനസ്സ് പങ്കുവെച്ചു, മണ്ണ് പങ്കുവെച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെ ഈ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വയലാർ അത് പറഞ്ഞു വെച്ചു എന്ന്. യെസ്, അപ്പൊ അഫ്രാമോൾ പോയാ? സംശയം ചോദിച്ചിട്ട് അഫ്രാമോൾ പോയാ? ഓക്കെ, അപ്പൊ അഫ്രാമോൾക്ക് നമുക്ക് എപ്പോഴും നിങ്ങളും ഓക്കെ അഫ്രാമോളെ, ഇതാണ് നമ്മുടെ ജീവിതം. നമ്മൾ എപ്പോഴും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക. എൻ്റയർലി ഡിഫറെന്റ്. ഞാനേ നിങ്ങൾ പറഞ്ഞാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഒരു ചെറിയ കുട്ടികളുടെ സർഗവാസനകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ദിവസം ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനോട് ഞാൻ ഇങ്ങനെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്, അപ്പൊ അതിനോട് ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എടാ, ഒരു ഭാര്യയും ഭർത്താവും അത് വേറെ പിരിയാൻ തീരുമാനിച്ചു, വിവാഹം ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിങ്ങനെ നിൽക്കണം. പക്ഷേ ഡൈവോഴ്സ് നടക്കരുത്. എന്ത് പറയാൻ പറ്റും, നമുക്കൊരു കാരണം എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചോദിച്ചു. ആ കൊച്ചു ഓട്ടന്നെ പറഞ്ഞു, അതിലൊരാൾക്ക് നെഞ്ചുവേദന വന്ന സാറേ, അപ്പൊ അയാള് ഡോക്ടർ ഹോസ്പിറ്റലാവുമല്ലോ, അപ്പൊ മറ്റേ പെണ്ണ് അല്ലെങ്കിൽ ആള് പോകില്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഇത് പറഞ്ഞത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ, ഒരാൾക്ക് നെഞ്ചുവേദന വരണം, അപ്പൊ ശരിയാവില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നെഞ്ചുവേദന വരണം എന്നുള്ളത് എല്ലായിടത്തും വന്നൊരു കേസാണ്. നമുക്ക് രോഗം വേണ്ട, വേറൊരു കാരണം കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ അടുത്തൊരു കാരണത്തിലേക്ക് പോകും. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ച് ഇതല്ല വേണ്ട, ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു കാര്യം സംഗതി കണ്ടുപിടിച്ചു. അങ്ങനെ 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 വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ലോജിക്. ഇത് നമ്മളെ മനസ്സിൽ ചിന്തിച്ചാൽ, ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. നമ്മുടെ AJ ക്രോണിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. ഞാൻ വാചാലനായി പോകുന്നു കേട്ടാ. AJ ക്രോണിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എന്നുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ഇംഗ്ലീഷ് നോവലിസ്റ്റാണ് പുള്ളി. അദ്ദേഹത്തിന്റെ എല്ലാ നോവലുകളിലുമുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഡോക്ടർ ഉണ്ടാവും. നിങ്ങൾ IB ശശിയുടെ പഴയ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ എല്ലാ സിനിമകളിലും ചന്തയിലുള്ള ഒരു സ്റ്റെന്റ് ഉണ്ടാവും. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലെയും ഫസ്റ്റ് ലെറ്റർ ആയെന്ന് പറഞ്ഞ അക്ഷരത്തിലായിരിക്കും. ആയെന്ന് പറയുന്ന അക്ഷരത്തിലാണ് അദ്ദേഹത്തിന്റെ സിനിമ. അത് ചില ആളുകളുടെ മാസ്റ്റർ പീസ്. വാസിൽ സംവിധാനം ചെയ്ത സിനിമകളുടെ എല്ലാത്തിന്റെയും ലാസ്റ്റ് ഒരു ചന്ദ്രക്കലയിൽ അവസാനിക്കുന്ന അത് ചില ആളുകളുടെ രാശി എന്ന് പറയില്ലേ എന്ന് പറയണ പോലെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് AJ ക്രോണിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ഡോക്ടറാണെങ്കിലും അദ്ദേഹത്തിന് എഴുതണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡോക്ടർ പണി വേണ്ടെന്ന് വെച്ചിട്ട് എഴുത്തിലോട്ട് ഫുൾ ടൈം അങ്ങനെ ആവുകയാണ്. അങ്ങനെ പുള്ളി ഒരു വീടൊക്കെ വാങ്ങിച്ച് എഴുതാൻ, ഡോക്ടർ ഇഷ്ടംപോലെ പേഷ്യന്റോടെ പുള്ളിക്ക് എഴുതാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ പുള്ളി എന്ത് ചെയ്യുന്നു, ഒരു വീടൊക്കെ റെഡിയാക്കി കുറെ ബുക്കുകൾ മേടിച്ചു വെച്ചു, കുറെ പേനകൾ വാങ്ങിച്ചു വെച്ചു, മഷിയൊക്കെ. കാരണം എഴുത്തിങ്ങനെ വരുമ്പോ പിന്നെ എന്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എഴുതണം. ഇതൊക്കെ പുള്ളി റെഡിയാക്കി വെച്ചു. അങ്ങനെ പുള്ളി ഡോക്ടർ ജോലി വേണ്ടെന്ന് വെച്ച് എഴുത്തിലോട്ട് മാറുകയാണ്. അങ്ങനെ പുള്ളി ആദ്യത്തെ ദിവസം എഴുതാനിരുന്നു, ബുക്ക് തുറന്നു വെച്ച് പേന തുറന്നു വെച്ച് ഇങ്ങനെ ഇരുന്നു. പക്ഷെ ഒരു വരി പോലും പുള്ളിക്ക് എഴുതാൻ പറ്റിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ടും ഈ കടലാസിലേക്ക് ഒരു വരി പോലും വന്നില്ല. ഇദ്ദേഹം ഡോക്ടറായിരുന്നു, പിന്നീട് അദ്ദേഹം നോവലിസ്റ്റായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് ഹീസ് ടോൾഡ് എ ഡോക്ടർ ടേൺഡ് നോവലിസ്റ്റ് എന്നാണ് പുള്ളിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം എഴുതാനായിട്ട് ഇദ്ദേഹത്തിന് ഒരു വരി പോലും വരുന്നില്ല. പിറ്റേ ദിവസം പുള്ളി കുളിച്ച് റെഡിയായിട്ട് ഇങ്ങനെ ഇരുന്നു, അന്നും വന്നില്ല. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു എഴുതാൻ കണക്കാക്കി വന്നിരുന്നിട്ട് ഒരു വരി പോലും പുള്ളിക്ക് വന്നില്ല. അപ്പോ ഈ പുള്ളി വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നടക്കാൻ പോകുമ്പോ പുള്ളി ഒരു ആള് ഒരു പറമ്പ് ഇങ്ങനെ, ഒരു വെള്ളമില്ലാത്തൊരു പറമ്പ് കിളക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ കാച്ചിട്ട് വല്ല കാര്യമുണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയും. അപ്പൊ ആ കൃഷിക്കാരൻ പറയും, എന്റെ അച്ഛൻ ഇവിടെ കിളക്കുമായിരുന്നു.
അദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ പറ്റിയില്ല. എന്റെ അച്ഛന്റെ അച്ഛൻ ഇവിടെ കിടക്കുമായിരുന്നുവെന്ന് എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റിയില്ല. ഞാനും ഇവിടെ കിടക്കുകയാണ്. ഒരുപക്ഷെ എനിക്കും ചിലപ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റിയില്ല, വെള്ളം വരുത്തി. എന്റെ അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ പറ്റും എന്ന് ഒരു വാചകം പുള്ളി പറയും. ഇത് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഏജക്രോണിൽ. അവിടെ നിന്നാണ് പുള്ളിക്ക് ആദ്യത്തെ ഒരു നോവൽ എഴുതാനായിട്ടുള്ള ഒരു സ്പാർക്ക് വീഴുന്നത്, ഒരു തോട്ട് വീഴുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലോട്ട് എല്ലായ്പ്പോഴും വരണമെന്നില്ല. നന്നായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോഴോ നന്നായിട്ട് ദുഃഖിച്ചിരിക്കുമ്പോഴോ നമ്മുടെ മനസ്സിലേക്ക് വികാരങ്ങൾ വരികയില്ല. അതിന് അതിൻ്റെതായ ഒരു മൂഡ് വേണം. നല്ല രസകരമായിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ തിരക്കിലായി ഇരിക്കുന്നത്, പക്ഷെ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ അനർഗ്ലമായിട്ട് വരും. കവിതയെ കുറിച്ച് പറയുന്നതാണ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ തോട്ട്സ്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ തോട്ട്സ്, അതാണ് കവിതകൾ. നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരും. ഇത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങളതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഗർഭിണിയായ സ്ത്രീക്ക് ആ കുട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബോഡി ലാംഗ്വേജിൽ ഒരു സുഖം ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലോട്ട് ഒരു കഥയോ കവിതയോ ചിന്തയോ കടന്നാലുണ്ടല്ല, അതങ്ങോട്ട് കടലാസിലേക്ക് പിറവിയെടുക്കണം. അത് കഴിഞ്ഞെങ്കിലും മനസ്സിനൊരു സമാധാനം ഉണ്ടാകും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരമ്മ തന്റെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം അനുഭവിക്കുന്ന ഒരു സന്തോഷമില്ലേ, ഒരു ഭയങ്കരമായൊരു എന്താ പറയാ, ആ ഒരു സൃഷ്ടിയുടെ നോവറിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന വലിയൊരു സംഗതിയാണ് നമ്മുടെ മകൻ അല്ലെങ്കിൽ മകള്. അപ്പൊ അതുവരെ അനുഭവിച്ച വേദനയൊക്കെ നമ്മൾ മറക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കഥ എഴുതുന്നതും കവിത എഴുതുന്നതും ഒക്കെ ഇതിന്റെ ഒരു തീവ്രയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളും ഒരു കടലാസ് വെച്ചിട്ട് ഇരിക്കുക. നിങ്ങളുടെ ഉള്ളിലുണ്ടാവും ഒരു കലാഹൃദയം ഉള്ളത് മനുഷ്യരുണ്ട്, ഒരു ഹൃദയം. അതിനെ പ്രോത്സാഹിപ്പിച്ചത് നിങ്ങളുടെ മക്കൾക്കാണത് ഉള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് നിരുത്സാഹപ്പെടുത്തത്. പ്രോത്സാഹിപ്പിച്ച് വേറൊരു ലെവലിലെത്താം. ഒരുപക്ഷെ ഏറ്റവും നല്ല തിരക്കഥാകൃത്തിനുള്ള ദേശീയ അവാർഡ് വാങ്ങാനുള്ള ഒരു പയ്യനായിരിക്കും അല്ലെങ്കിൽ ഒരു മകനായിരിക്കും നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ നോക്കിയിട്ട് ഒന്ന് ചിവരുന്ന് ചിന്തിക്കും. ഒരു 25 വർഷം കഴിയുമ്പോൾ എന്റെയും മകൻ ഏത് റേഞ്ചായിരിക്കും, എന്റെയും മകള് ഏത് റേഞ്ചിലായിരിക്കും ചിന്തിച്ചു നോക്കി. അന്ന് അവനൊരു ഇന്റർവ്യൂവിന് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ ഈ ഫീൽഡിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അവൻ പറയാണ്, എന്റെ അമ്മയാണ് എന്റെ കൈപിടി, എന്റെ അമ്മയാണ് എന്നിലെ കലാകാരനെ, എന്നിലെ കലാകാരി ആദ്യം തിരിച്ചറിഞ്ഞത് എന്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ TV പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമില്ല. ചിലതോണ അഫ്നാമോളെ പറയുന്നത് പിടികിട്ടുന്നുണ്ടല്ലോ അല്ലെ? അത് അങ്ങനെ ഈ കലാകാരന്മാരും കലാകാരികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയും അവര് ദൈവം സ്പർശിച്ച ആളുകൾ. ഈ കലാകാരൻ ആരാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വേറെ കാര്യം നോക്കണം. എഴുതാൻ പറയുന്നവനോ പറയാൻ അങ്ങനെയുള്ളതല്ല, അത് ആസ്വദിക്കാനൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളും ആരാണ്? കലാകാരനാണ്. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ മനോഹരമായിട്ട് അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ, നടുക്ക് കുറച്ച് ചോറ്, ഇപ്പുറത്തൊരു ചിക്കന്റെ പീസ്, ഇപ്പുറത്ത് അടുത്തൊരു കറി, ഇപ്പുറത്ത് അല്ല, അപ്പൊ നിങ്ങൾ കലാകാരിയാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ആ 6 മാസം പ്രായമുള്ള സമയത്ത് അല്ലെങ്കിൽ 7 മാസം പ്രായമുള്ള സമയത്ത് ഉറക്കിക്കെടുത്തിയിട്ട് ആ മുറി വിട്ട് നിങ്ങൾ പുറത്തേക്ക് അനങ്ങാതെ മുറി വിട്ടിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് വാതിൽ ചാരിയിട്ട് ഒന്നുകൂടി മകൻ ഉറങ്ങിയോ എന്ന് ഒന്ന് പാളി നോക്കിയിട്ട് വന്നു കഴിഞ്ഞപ്പോ മകൻ കണ്ണ് തുറക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ചമ്മി നിങ്ങൾ അങ്ങനെ പോയ അത്രയും മോണായിട്ട് വേറെ ആരും അഭിനയിച്ചിട്ടില്ല. ശരിയല്ലേ? റെഡിയല്ലേ? ഓക്കെ. അൽഫിയൊക്കെ ഓർമ്മയില്ല അല്ലേ? യെസ്, അത്രയും വലിയ മോണായിട്ട് ആരും ഇവിടെ കാണിച്ചു. അത് കാണുന്നത് സ്റ്റേജിലായിരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ആ ബെഡ്റൂമിലായിരുന്നു മാത്രമേ ഉള്ളൂ. അമ്പടെ കള്ള അമ്മനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചമ്മി പോയപ്പോ അത്രയും ചമ്മല അഭിനയിച്ച മുഖം വേറെ വന്നിട്ടില്ല. ഇതിന്റെ അഭിനയം
ആ സമയത്ത് ആ മുറിയിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയേനെ. അപ്പോ നിങ്ങൾ കലാകാരിയല്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എത്രയോ നമ്മളിങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അത് നമ്മളുടെ സർഗാത്മകമായിട്ടുള്ള അഭിനയം. അത് കൂടാണ്ട് നമ്മൾ വേറെ പല അഭിനയങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ശരിയെന്ന് പറഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞ അങ്ങനെ അത് കാരണം ആ സിറ്റുവേഷനിൽ അതാണ് ശരിയെന്ന് തോന്നുമ്പോൾ നമ്മൾ പല റോളുകൾ എടുക്കും. കാരണം നമുക്ക് മകളുടെ റോൾ എടുക്കേണ്ടി വരും, ഭാര്യയുടെ റോൾ എടുക്കേണ്ടി വരും, ചേച്ചിയുടെ റോൾ എടുക്കേണ്ടി വരും, കൂട്ടുകാരിയുടെ റോൾ എടുക്കണം. പല റോളുകൾ എടുക്കുമ്പോൾ പല അഭിനയങ്ങളും നമ്മൾ കാഴ്ചവെക്കും. യെസ്, അത് വേറൊരു രീതി. ഇത് പറഞ്ഞ ഞാൻ നിങ്ങൾ അഭിനയിച്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് കറക്റ്റ് അല്ലേ? ഇത് തന്നെയാണ്. അപ്പൊ ഞാനിതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അത്രയും പറയില്ല, പക്ഷെ ഞാനത് നമുക്ക് വേണ്ട ഒരു ഒബ്സർവേഷൻ മൈൻഡാണ്. ഒബ്സർവ് ചെയ്യുക, നല്ലത് മാത്രമേ ലോകത്ത് സംഭവിക്കട്ടെ, നല്ലത് അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും ഈ മാക്ബത്ത് എന്ന് പറയുന്ന വേർഡാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അതില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ കുറച്ചുകൂടി ഇങ്ങനെ കയറി വന്നേനെ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ആരുടെയെങ്കിലും മനസ്സിൽ ചെറുതായിട്ടൊരു ചെറിയൊരു എന്താ പറയൂ ദീപാവലി സാറിപ്പോ പറഞ്ഞപ്പോ തോന്നിയതാണ്. ഞാനും ഇങ്ങനെ അങ്ങനെ വലിയ കലാകാരി അങ്ങനെയൊന്നല്ല കേട്ടോ, എന്നാലും എന്തെങ്കിലുമൊക്കെ ചുമ്മാ കുറിച്ച് വെക്കാറുണ്ട്. അപ്പൊ അത് വെരി ഗുഡ്. ഈണം നമ്മുടെ ഈണം മെഗാ ചെയ്യുന്ന റിയാലിറ്റി ഷോയിലെ വിന്നർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീടിന്റെ ഒരു 6-7 കിലോമീറ്റർ അകലെയുള്ള ഒരു ചേട്ടൻ അനിൽ എന്ന് പറഞ്ഞ ഒരു 2015 അങ്ങനെ എങ്ങാണ്ടായിരുന്നു പുള്ളി വിന്നറായത്. ആ ചേട്ടനെ എങ്ങനെ അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോ ചുമ്മാ തമാശക്ക് എഴുതിയതൊന്ന് ഇട്ടു കൊടുത്തു. ഒരു കവിതയായിരുന്നു. അത് ഇട്ടു കൊടുത്തപ്പം എനിക്ക് പാടാനുള്ള കഴിവ് തമ്പുരാൻ അനുഗ്രഹിച്ച് തന്നിട്ടില്ല. അപ്പൊ അത് ആ ചേട്ടൻ അയച്ചു കൊടുത്തു. അപ്പൊ ആ ചേട്ടൻ അത് ട്യൂണൊക്കെ കൊടുത്ത് നല്ല ഭയങ്കര ഭംഗിയാക്കിയിട്ട് അതെനിക്ക് തിരിച്ചയച്ചു തന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് സപ്പോർട്ട് നീ എഴുതു, നമുക്ക് ട്യൂൺ കൊടുക്കാം അങ്ങനെ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിലേക്ക് ദേവീനെ സംബന്ധിച്ചിട്ടൊരു പാട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റി. പിന്നെ ഇപ്പൊ ഒരു ചെറിയ കവിതയുടെ പണിപ്പുരയിലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ദീപാവലി ഈ കാണണം. ഒരു വരി ഞാൻ പാടും. എനിക്ക് ട്യൂൺ കൊടുക്കാൻ അറിയത്തില്ല. എന്റെ കവിതയുടെ പേര്, ഇതിപ്പോ 3ാമത്തെ കവിതയാണ്, പകലും പാതിരാവും. എന്റെ കവിതയുടെ മനസ്സിലെ വരികളുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ എഴുതിയ ഒരു 2, 4, 6, 8 അലക്കിക്കൊണ്ട് വന്നപ്പോഴാ പെട്ടെന്ന് എഴുതാൻ തോന്നിയത്. സാറ് പറഞ്ഞില്ലേ ഒരു വരി എനിക്ക് പാടാൻ അറിയുള്ളൂ. അപ്പൊ ബാക്കി അയച്ചു കൊടുത്തല്ലോ, അപ്പൊ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. മിഴികൾ താഴ്ത്തി നിന്നു, ആ ഒരു വരി എനിക്ക് കൊടുത്തിട്ടുള്ളൂ. ആ മീറ്റർ പിടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഈ വയലാറ് ദേവരാജൻ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഞാൻ സിറ്റുവേഷൻ പറഞ്ഞത്, സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതാൻ പഠിക്കുന്നത്. അപ്പോ വയലാറിന്റെ മുറിയിൽ അന്ന് സുഹൃത്തുക്കളൊക്കെ ഒന്ന് മദ്യവും കള്ളൊക്കെ നിൽക്കുമ്പോ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ദേവരാജ മാഷ് ഭയങ്കര അസ്വസ്ഥയൊക്കെ ആയിരുന്നു. അപ്പൊ പിറ്റേ ദിവസം പാട്ട് കൊടുക്കാനുള്ളതാണ്. ആ പാട്ടിന്റെ കൂട്ടുകാരൊക്കെ പോയി കഴിഞ്ഞപ്പോഴും മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ വയലാറിനോട് ദേവരാജ മാഷ് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞത്, നിങ്ങളത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അന്ന് വന്നിട്ടുള്ള ഇംഗ്ലീഷ് പേപ്പറിന്റെ സൈഡിൽ ഞാൻ ഫസ്റ്റ് വരി എഴുതി വെച്ചിട്ടുണ്ട്, അത് വെച്ച് മാഷ് പിടിച്ചോ, ഞാൻ ബാക്കി കുടി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞു. ആ ഫസ്റ്റ് വരി ഇതായിരുന്നു, ചക്രവർത്തിനി എന്നുള്ളൊരു പാട്ട്. ആ സംഗതി മരം എന്ന സിനിമ. അപ്പൊ ആ ഒറ്റ വരിയാണ്, ചിലപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആണ്. ഇതുപോലെ തന്നെ ഒരു മുറിയില് അദ്ദേഹം ഇരിക്കുന്നു, പാട്ട് എഴുതാൻ വേണ്ടി ഇരിക്കുന്നു, പക്ഷെ പാട്ടുകളൊന്നും വരുന്നില്ല. അപ്പൊ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അവരൊന്ന് പുറത്തേക്ക് പോകുന്നു, മുറി വിട്ട് വെക്കേറ്റ് ചെയ്യുന്നു, വേണ്ട വരികളൊന്നും വരുന്നില്ല. അങ്ങനെ ആ ജനലിങ്ങനെ അടക്കുന്ന സമയത്ത് ആ ലോഡ്ജിന്റെ അപ്പുറത്ത് ഒരു വയലാണ്. അന്ന് ഒരു ഓശാന ഞായറായിരുന്നു. അപ്പൊ ഓശാനക്ക് ആളുകൾ പള്ളിയിൽ പോയിട്ട് കുരുത്തോലയുമായിട്ട് ആ പാടവരമ്പത്തൂടെ നടന്നു പോകുന്ന അദ്ദേഹം കണ്ടു. അപ്പൊ പുള്ളി പറഞ്ഞു, പാട്ട് റെഡിയാണ്. ആ വരികൾ അങ്ങനെ വന്നു. ഏത് ഓശാന പെരുന്നാളിന് പള്ളിയിൽ പോയി വരും കുഞ്ഞാറ്റ കുരുവികളെ കണ്ട. അപ്പൊ ഫസ്റ്റ് വരി അവിടെ നിന്ന് കയറി, പിന്നെ അതിന്റെ മീറ്റർ പിടിച്ച് അങ്ങനെ അങ്ങോട്ട് പോകും. നമ്മുടെ നദി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വയലാറ് ആലുവയിലിരുന്ന്
പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ മുറിയിൽ അപ്പുറത്തുണ്ടായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹം വയലാറിനോട് പറഞ്ഞു, വയലാറെ ഞങ്ങളുടെയൊക്കെ പേരൊക്കെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തും. അടുത്ത വരി അതായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം, ആലുവ ശിവരാത്രി കാണണം. അപ്പൊ മലയാറ്റൂർ പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ നിന്ന് മാറ്റിയെങ്കിലും മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നിട്ട് വെറുതെ പറഞ്ഞത് എന്റെ പേരോട് ഉൾപ്പെടുത്തു എന്ന് പറഞ്ഞപ്പോ ആ വാക്യത്തിൽ നിന്നാണ് ആ ഒരു സംഗതി വന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയും. ഇതൊക്കെ ഓരോ ചില സംഗതികൾ കാണുമ്പോഴുണ്ടല്ല നമ്മുടെ മനസ്സിലേക്ക് അതിനൊരു ഇൻസ്പിറേഷൻ വരും. പിന്നെ കലാകാരന്മാരെ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നൊരു കക്കാടിന്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട്, പാതിരയാകുമ്പോ പുള്ളി ഭാര്യയെ വിളിക്കും, എടേ എഴുന്നേക്ക്, ഭാര്യ പാതിര കണ്ടോ എഴുതിട്ട് നിനക്കൊരു തേങ്ങാപ്പൂള് കാണിച്ചു തരട്ടെ. എന്നിട്ട് ഭാര്യയെ വിളിച്ച് വാതൊക്കെ ചെന്നിട്ട് മുകളിലേക്ക് നോക്കിയാണ്. അപ്പൊ നോക്കുമ്പോ ആകാശത്ത് ചെറിയൊരു ചന്ദ്രക്കല കാണുകയാണ്. അതൊരു തേങ്ങ നമ്മൾ പൂളി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇരിക്കുകയാണ്. അത് കണ്ട എന്ന് പറയുന്നത്. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുമോ? എനിക്ക് ഉറക്കമില്ലെങ്കിൽ ഇവിടെ നിന്നു, ഞാൻ പോയി കിടന്ന് ഉറങ്ങിയാണ്. യെസ്. അപ്പോ അത് കണ്ടു കഴിഞ്ഞപ്പോ ഒരു തേങ്ങയുടെ പൂളാണ് ഒന്ന് ആർക്കേ പറ്റിയുള്ളൂ, അതൊരു കലാകൃതിയോട് ഉറക്കാൻ പറ്റുള്ളൂ. യെസ്, നിങ്ങൾ സർഗാത്മകമായിട്ട് ചിന്തിക്കുക. നമ്മൾ നാളെ ജീവിച്ചിരുന്നു എന്നുള്ള തെളിവ് അവസാനിപ്പിക്കുക. ഇപ്പോ ദീപ ഒരു പാട്ട് എഴുതി, ആ പാട്ട് യൂട്യൂബിൽ നാളെ ദീപയുടെ കാലം കഴിഞ്ഞാലും നമുക്ക് പറയാം, എന്ത് പറയാം, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തില് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളിത് ആലോചിച്ച് നോക്കി, നമ്മുടെ അച്ഛനെ അമ്മയും നമ്മൾ ഓർക്കുന്നുണ്ടാവും, അത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ. അവരുടെ അച്ഛനും അമ്മയും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിലുണ്ട് ഇല്ല. ഒരു തലമുറ വരെ നമ്മൾ ഓർക്കും മരിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഓർക്കണമെങ്കിൽ ആ മരിച്ച ദിവസം വരും. അല്ലാതെ നമ്മൾ എത്രയോ പ്രിയപ്പെട്ടവർ, എത്രയോ അടുത്തുണ്ടായിരുന്നവര് നമ്മളിത് വേറെ കഴിഞ്ഞു പോയി, നമ്മൾ എത്ര സമയം ഓർക്കാറുണ്ട്? ഇനി അതൊക്കെ പോട്ടെ, നിങ്ങൾ കൂട്ടുകാരികളായിട്ട് ക്ലാസ്സിൽ നിന്ന് കോളേജിൽ നിന്ന് പിരിഞ്ഞപ്പോ കെട്ടിപ്പിടിഞ്ഞ് കരഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പിന്നീട്? അന്ന് ഈ നിമിഷം മുതൽ നമ്മൾ തമ്മിൽ ഒരിക്കലും പിരിയില്ല എന്ന് പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. അതാണ് മറവിതന്മാരിടത്ത് മയങ്ങിക്കിടന്നാലും ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒരു ഓർമ്മകളായിട്ട് വരുന്നല്ലാതെ അത് സ്ഥിരമായിട്ട് വരില്ല. യെസ്, മറക്കണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷമങ്ങളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് മറക്കില്ലേ. യെസ്, അപ്പൊ മറക്കാനായിട്ടുള്ള കഴിവ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഏതാണ്ട് അവസാനിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് അവസാനിപ്പിക്കും. വീണ്ടും ദീപാവലിയെ മാത്രമല്ല, ഞാൻ നിങ്ങളത് ചെയ്യണം. നിങ്ങളത് ഈ നേഴ്സിംഗ് സ്കൂൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കും. അവരുടെ നമ്മുടെ കയ്യിൽ അവരെ വളരെ ചെറുപ്പത്തിലെ കിട്ടല്ലേ, നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. കുറച്ചങ്ങൾ വലുതായി കഴിഞ്ഞാൽ നമുക്ക് അവരെ കിട്ടില്ല. പിന്നെ അമ്മക്ക് വിവരമില്ല എന്നാ പറയുള്ളൂ, വിവരം കുറവാണെന്ന് പറയുള്ളൂ. നേരെ കുറച്ച് ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് അവരുടെ ശരി. അപ്പൊ നമുക്ക് അവരെ അങ്ങനെ ട്രാക്കിലൂടെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കുട്ടികളെ നഴ്സറി ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് ആയിരിക്കും അവർക്ക് ഭാവിയിൽ അവരാരായിത്തീരുന്നു എന്നുള്ളതിന്റെ ആ ഒരു സംഗതി. അപ്പോ പിന്നീട് അവർ പ്രശസ്തരാകുമ്പോൾ അവരൊരു വിഷയം പറയും, എന്റെ ഓർമ്മയില് പണ്ട് എന്നെ നഴ്സറി സ്കൂളിൽ പഠിപ്പിച്ച കൃഷ്ണേന്ദു ടീച്ചറിനെ ഞാൻ ഇപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരാണ് എന്നിലെ കലാകാരി എന്നിലെ കഴിവിനെ ആദ്യം കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടുന്നതിനേക്കാളും അപ്പുറത്തായിരുന്നു. ഓരോന്നിനെയും നമ്മളങ്ങനെ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുക. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ, സിനിമ കാണുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഇന്നത് സംഭവിക്കും എന്ന് വിചാരിക്കുമല്ലോ. അത് സംഭവിക്കാതെ വേറൊരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് തോന്നും? കൊള്ളാലോ, ഞാൻ നന്നായിട്ടുണ്ട്, ഞാൻ വിചാരിച്ച പോലെ സംഭവിക്കും. ഇത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ആളുകൾ ചിന്തിക്കുന്ന ആ ട്രാക്കിൽ അതൊന്ന് എപ്പോഴും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് പിടിക്കും, സംതിങ് ഡിഫറെന്റ്. ചില ആളുകളില്ലേ, അവർ ഭക്ഷണം വെച്ചാലും ഉണ്ടാവും ഒരു പ്രത്യേകത, പാട്ട് എൻറ്റയർലി സംതിങ് ഡിഫറെന്റ്. ചില ആളുകൾ സംസാരിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയാലും സംതിങ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ കൃഷ്ണേന്ദു. അപ്പൊ അതുപോലെ
എൻ്റയർലി ഡിഫറെന്റ് ആണ് ജീവിതത്തിൽ. നിങ്ങൾക്ക് പകരം വേറൊരാളല്ല, എനിക്ക് പകരം വേറെ ആളില്ല, എനിക്ക് പകരം ഞാൻ, ഇത് എനിക്കേ പറ്റും, അല്ലെങ്കിൽ ഈ കാര്യത്തിന് എന്നെ വിളിക്കും, എന്നെ മാത്രം വിളിച്ചാൽ ശരിയാവും. ആ ലെവലിലോട്ട് നിങ്ങൾ വന്നാൽ പിന്നെ നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ. ഇപ്പൊ ദീപ വലിയ പ്രശസ്തിയായി കഴിഞ്ഞാൽ ദീപ പറയുന്നു ഒരു പാട്ട് ഞാൻ എഴുതാം 25,000 രൂപയാണ് എൻ്റെ ഒരു പാട്ടിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇതിന് മാർക്കറ്റ് റേറ്റ് ഒന്നുമില്ല. ദീപ അത് തന്നെ ഇപ്പൊ ഒരു 15,000 രൂപ തന്നാൽ അടുത്ത വർഷം ഞാൻ എഴുതി തരും. എനിക്ക് എത്രയും തിരക്കാണെന്ന് പറഞ്ഞാൽ അത് ഇത് നല്ല കഴിവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ തേടിയ ആളുകളും അവസരങ്ങളും വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു കലാപരമായ ഒരു സംഗതി നിർമ്മിക്കാനോ പ്രൊഡ്യൂസ്, നിങ്ങൾ ഏറ്റവും നല്ല ആളുകളെ അത് നോക്കൂ. നമ്മൾ ആ നല്ലതിലേക്ക് വന്നാൽ ഏത് കാര്യത്തിലും നമ്മളെ തേടിയ അവസരങ്ങൾ വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതാനുഭവം കൂടിയാണ് എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ് അപ്പൊ സിമ്പിൾ പറഞ്ഞോളൂ നമ്മളെ. ട്രെയിനിങ്ങിന് പോയത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഭയങ്കര അനുഭവം കേട്ടോ. ലൈഫില് നല്ല ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ് ആയിരുന്നു. 2 മാസം പോയിട്ട് വന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഇനി അങ്ങോട്ട് പോണില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പൊ അവിടെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു കൊച്ച്, അവൻ ഭയങ്കര വികൃതി കേട്ടോ. 1 മണിക്കൂർ ക്ലാസ്സിൽ അടങ്ങാണ്ടിരിക്കുള്ളൂ, രാവിലത്തെ ഫസ്റ്റ് 1 അവർ മാത്രം. അത് കഴിഞ്ഞ പുള്ളി ഓട്ടവും ചാട്ടവും ഒക്കെ ആയതുകൊണ്ട് ടീച്ചർ ആ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുള്ളീനെ പിന്നെ പുള്ളിയുടെ വഴിക്ക് വിട്ടേക്ക്. ആ 1 മണിക്കൂറും കൊണ്ട് അവൻ എല്ലാ വിഷയവും പഠിച്ചൊഴിയും 1 അവറും കൊണ്ട്. പിന്നെ പുള്ളിയുടെ രീതിക്ക് ടീച്ചർ വിട്ടേക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് 6 മാസം പഠിപ്പിച്ച ടീച്ചർ അറിഞ്ഞില്ല പുള്ളിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന്. ഞാൻ ചെന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്റെ അടുത്ത് വന്നിന്ന് ചെവിയിൽ ഇങ്ങനെ ഈ സിനിമാ പാട്ടൊക്കെ ഇല്ലേ, അവൻ കേട്ടേക്കുന്ന പാട്ടൊക്കെ എന്റെ ചെവിയിൽ ഒന്ന് പാടി കേൾപ്പിച്ചു തരും എനിക്ക്. എന്നിട്ട് ഞാൻ എല്ലാരും ക്ലാസ്സിൽ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു ഒന്ന് വന്ന് പാടറാന്ന് പറഞ്ഞപ്പോ പുള്ളി അറിയട്ടോ ഞാൻ പാടൂല, ഞാൻ ടീച്ചറിനെ മാത്രമേ പാടി കേൾപ്പിക്കുള്ളൂന്ന്. ഇവരൊക്കെ എന്നെ കളിയാക്കുന്നു. അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ നോക്കിയേ ടീച്ചറെ, ഇവിടെ നമ്മൾ കാണിക്കേണ്ട ഒരു സംഗതി, കണ്ണാടേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാല് ആ കുട്ടി അപ്പന മുകളിൽ എത്രമാത്രം വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണേണ്ടത്. ആ കുട്ടി എത്രയോ ആ കുട്ടി ടീച്ചർക്ക് തന്നിട്ടുള്ള ആ ഒരു വിശ്വാസം എന്ന സംഗതിയില്ലേ, അതിന്റെ ഒരു റേഞ്ച് നോക്കി. അതാണ് അതിന്റെ പ്രത്യേകത. യെസ്, അപ്പൊ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. ഇന്നിപ്പോ കാര്യമായിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഇതും കൂടി അപ്പോൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുക എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ മനോഹരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തില് ചില മാറ്റങ്ങൾക്ക് ചില വാക്കുകൾ കാരണമാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടും എന്തോ ഓക്കെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞോളൂ. ഒരു കാര്യം കൂടെ പറയാം. പറഞ്ഞോളൂ. സാധാരണ നമ്മൾ ഈ ലെക്ചർ പോലെ 1 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറാ തോന്നുക. പക്ഷെ സാറിൻ്റെത് 1 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാല്. നിർത്താൻ തോന്നുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ വേണ്ടിട്ട്. അതന്നെ, ഇംഗ്ലീഷ് ക്ലാസ് ആണെങ്കിലും ഒരു മലയാളത്തിന്റെ നല്ല അതിമനോഹരമായ ഒരു കഥയും കവിതയും എല്ലാം കൂടി ഇടകലർത്തി എന്താ പറയാ നല്ലൊരു ആ കഥയൊക്കെ പറഞ്ഞപ്പോ ശരിക്കും നമുക്ക് ആ കഥ അവരിട്ടേക്കുന്ന ഡ്രസ്സ് വരെ മനസ്സിൽ കാണാം. അപ്പൊ സാറ് പറഞ്ഞില്ലേ റൂമിലേക്ക് കടക്കുന്ന ആ ഒരു ഏരിയ ഇങ്ങനെ മനസ്സിൽ കാണുമ്പോ അവിടെ ഇങ്ങനെ ഒരു കല്ല് കെട്ടിയ ഒരു ഇടനാഴി ആയിരിക്കും. ഇപ്പൊ റൂമിലേക്ക് ചെല്ലുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോ ഇങ്ങനെ പന്തം പോലത്തെ പഴയ കാലത്തെ വിളക്കുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെ ആ രാജാവിന്റെ പടച്ചട്ട പോലത്തെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതിങ്ങനെ മനസ്സിലിങ്ങനെ കാണുക, കൊല്ലാൻ പോകുന്നതും പടയാളികളെ കൊന്ന് അവരിങ്ങനെ കിടക്കുന്ന അവരുടെ വാള് തെറിച്ച് കിടക്കുന്നതും അപ്പൊ ആ രാജ്ഞിയുടെ ആ ഒരു ഡ്രസ്സും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ കാണുക. ആ ഗോസ്റ്റ് നിൽക്കുന്നത് ആ വഴിയരികിൽ കുറെ വലിയ പടവൃക്ഷങ്ങൾ ഉണ്ടായിരിക്കാം. ആ വരുന്ന ആ ഒരു അല്ലേ, അപ്പൊ യശുവിനെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നതും കുതിരപ്പുറത്തായിരിക്കാം പുള്ളി വന്നിട്ടുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ഭാവനകൾ ഇങ്ങനെ കാട് കയറി അങ്ങ് പോയി. അപ്പൊ ലാസ്റ്റ് ഞാനേ നിങ്ങളുടെ മനസ്സ് വേറെ വഴിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്ക് നിങ്ങളിങ്ങനെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൈന്യൂട്ടായ കാര്യങ്ങൾ വിട്ടുപോകരുത്. അത് പോകട്ടെ എന്ന് പറയരുത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ആ മൈന്യൂട്ടിലേക്കൂടെ ആയിരിക്കും നമ്മളിങ്ങനെ ചേർന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ നജില പറഞ്ഞ നല്ല വാക്കുകൾ കടവത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്.
ഇത് നിങ്ങൾക്ക് കൃത്യമായി തോന്നി എന്നറിയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നമ്മൾ തന്നെ രേഖപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വിചാരിച്ചിരുന്നു, നിങ്ങൾക്ക് എന്റെ ക്ലാസ് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഞാൻ ചോദിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. അപ്പൊ ഒരാൾ പറഞ്ഞത് നമുക്ക് ക്ലാസ് കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ആ ഒരു വശത്തേക്ക് കിടക്കേണ്ടത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് ലാസ്റ്റ് ക്ലാസ്. ഓക്കെ കൃഷ്ണേന്ദു, ഓക്കെ അഫ്ന, ഓക്കെ സഹതോണ, ഓക്കെ രചന, ദീപാവലി എഴുതുക, വിനീത എഴുതുക. We will meet. നമുക്ക് കാണാം. നിങ്ങൾ ഇവിടെയൊക്കെ വരുമല്ലോ, വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വരുമല്ലോ. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് വിശദമായിട്ട് ഞങ്ങളുടെ മാർക്ക് എന്നാ സാർ വരണേ? എന്തോ ഞങ്ങളുടെ മാർക്ക് എന്നാ വരണേ മോഡലിന്റെ? അടുത്ത ദിവസം തന്നെ വരും. റെഡി ആയിട്ടുണ്ടാവും. നെഞ്ചിലൊരു അതൊന്നുമില്ല. ഒരു കുട്ടി പറഞ്ഞത്, എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞത് 73 കുട്ടിയാണ്. 94 കിട്ടിയുള്ളൂ സാറേ. 3 തെറ്റിപ്പോ അറിയാമായിരുന്നു, പക്ഷെ എന്നാലും അത് കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും 90 ഫുള്ള് മേടിച്ചിട്ട് വേണമെങ്കിൽ സാറിനെ വിളിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. യെസ്, ഓക്കെ. എന്തോ സാറിന്റെ നമ്പർ കയ്യിലില്ല. ഓക്കെ പറയാം. താങ്ക് യു സാർ.